ഗേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ ഒരു പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട്. ഈ കുട്ടികളെ കാണാവുന്ന വിവരം വീട്ടിലേക്ക് വിളിച്ച് പറയുന്നുള്ളൂ. അപ്പോൾ ശാലിനെ തന്നെ അറിയിക്കുന്നു. ശാലിനി പെട്ടെന്ന് തന്നെ വിഷ്ണുവിനെ അറിയിക്കുകയാണ്. ഇതേസമയം വിഷ്ണു വണ്ടി എടുത്ത് വീട്ടിലേക്കാണ് പോയത്. ഇന്നലത്തെ എപ്പിസോഡ് എല്ലാവരും കണ്ടിട്ടുള്ളതാണല്ലോ. അച്ഛനോട് ചോദിക്കുന്നു, അമ്മ എന്തിനാണ് അച്ഛനും കൂടെ അറിഞ്ഞിട്ടാണോ ഇങ്ങനത്തെ ഈ പലഹാരപ്പൊതികളുമായി വഴിനീളെ പറഞ്ഞു വിട്ടതെന്ന് ചോദിക്കുന്നു. അപ്പോൾ രാഘവൻ നായർ പറയുന്നു, അത് ശാരദാമ്മയെ ഒരുപാട് കളിയാക്കിയതല്ലേ, അവൾക്ക് വിധിച്ച് തന്നെ സങ്കടമുണ്ട്, പക്ഷെ അവളത് ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ തന്നെ രാഘവൻ നായർ പറയുകയാണ്. അതിന് വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല, അവളെടുത്ത തീരുമാനമല്ലേ എന്ന് പറയുകയാണ്. ആ സമയത്താണ് ശാലിനിയുടെ ഫോൺ വരുന്നത്. കുഞ്ഞുങ്ങളെ ഇതുപോലെ കാണാനില്ലെന്നുള്ള കാര്യം അറിയിക്കുകയാണ്. അപ്പോൾ അവർ തപ്പി അന്വേഷിക്കുന്ന സമയത്തേന് എല്ലായിടത്തും വിളിച്ചൊക്കെ അന്വേഷിക്കുന്നു. അവ എവിടെയും കുട്ടികളെ കണ്ടെത്തില്ല. അങ്ങനെ കുട്ടികൾ തിരിച്ച് വീട്ടിലെത്തുകയാണ്. ആ സമയത്ത് ജഗദേവ് വിളിച്ച് ശാലിനിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം വീട്ടിൽ വന്നതും രോഹിത്തിനെ സ്കൂളിലേക്ക് ക്ഷണിച്ച കാര്യങ്ങളെല്ലാം നമ്മുടെ ജഗദേവ് ശാലിനിയോട് വിളിച്ച് പറയുന്നു. അതുപോലെ കുഞ്ഞുങ്ങളെ പുറത്താക്കിയ കാര്യങ്ങളും തള്ളിയിട്ട കാര്യങ്ങളെല്ലാം അറിയിക്കുകയാണ്. അപ്പോഴത്തേനും കുഞ്ഞുങ്ങൾ വീട്ടിലേക്ക് വരുന്ന സമയത്ത് എല്ലാവരും അവിടെയുണ്ട്. അപ്പം നമ്മുടെ ശ്യാമയ്ക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് വയ്യ. അപ്പോൾ എല്ലാവരും അറിഞ്ഞത് ശ്യാമ വന്ന് പപ്പിമോളെ അടിക്കുകയാണ്. അപ്പോൾ എല്ലാവരും അത് വിലക്കുകയാണ്, അങ്ങനെ തല്ലല്ലെന്ന് പറഞ്ഞു. പക്ഷെ അവൾ വല്ലാത്തൊരവസ്ഥയിലാണ് കടന്നു പോകുന്നത്. കാരണം അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം ജീവിതം നഷ്ടപ്പെട്ട് അവൾ കുഞ്ഞും കൂടെ ഇങ്ങനെ ആയപ്പോഴത്തേനും വല്ലാത്തൊരവസ്ഥയാണ്. അപ്പം നമ്മുടെ ശാലിനി ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നു. ഹോംവർക്ക് പ്രൊജക്റ്റ് ഉണ്ടാകാത്തതുകൊണ്ട് ടീച്ചർ പറഞ്ഞിരിക്കുന്ന അച്ഛനെ കൊണ്ടുപോകണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ വിഷ്ണു പെട്ടെന്ന് 2 കുട്ടികളെയും കെട്ടിപ്പിടിച്ചിട്ട് പറയാം, അതിനെന്താ ഞാൻ പോയാൽ പോരെ, അത് കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ വിഷ്ണു പറയുകയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ സുസ്മിത, ചന്ദ്രബോസ് ഇവരെല്ലാം കൂടി ലേലത്തിൻ്റെ കാര്യങ്ങളിലേക്ക് തീരുമാനമാക്കുകയാണ്. കാരണം എങ്ങനെയും ലേലം നടത്തണമല്ലോ. കാരണം ഇപ്പോൾ സർക്കാരിൻ്റെ കയ്യിലാണതുള്ളത്. പക്ഷേ ലേലത്തിൽ വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ വേറെ ആർക്കെങ്കിലും വിൽക്കാൻ പറ്റും, എടുക്കാൻ പറ്റും. അപ്പോൾ രോഹിത് പറയുന്നുണ്ട്, എങ്ങനെയാണേലും എന്ത് ഇതായിട്ടാണേലും എനിക്കത് തിരിച്ചെടുക്കണം എന്നുള്ള രീതിയിൽ രോഹിത്തും എല്ലാവരും കൂടെ സംസാരിക്കുകയാണ്. ആ സമയത്താണെങ്കിൽ നമ്മുടെ സത്യഭാമയാണ് വീട്ടിൽ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ പിള്ളയും എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മുടെ രാഘവൻ നായർ പറയുന്നു, ഒറ്റയ്ക്ക് ഇങ്ങനെ ആയാൽ എന്ത് ചെയ്യും, നമുക്കൊരാളെയും കൂടെ കൂട്ടിയാലോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ നമ്മുടെ പിള്ള പറയും, ആ ശാരദ ടീച്ചർ വിളിച്ചാൽ മതി, അവർ വരും, അവർ ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ സത്യഭാമയ്ക്കാണ് ഇത് കേട്ട ഉടനെ ദേഷ്യം വരുന്നു. അവരാ വറക്കാനിട്ട് സാധനങ്ങൾ അവിടെ ഇട്ടിട്ട് ഇറങ്ങി പുറത്തേക്ക് വരികയാണ്. എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് പറഞ്ഞ് അങ്ങ് ദേഷ്യപ്പെടുകയാണ്. പിന്നീട് പിള്ളയും രാഘവൻ നായരും മറ്റേ വീട്ടിലോട്ട് പോയി ഇങ്ങനെ നോക്കുകയാണ്. അവർക്കും അറിഞ്ഞു ഇങ്ങനെ ലേലത്തിന് വെക്കുകയാണ്. അപ്പോൾ അതിനു മുമ്പേ ഒന്നും കൂടെ പോയി അത് കാണുകയാണ്. അപ്പോൾ രാഘവൻ നായർ പറയുന്നത്, ഞാൻ എന്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയാണ്. ഇതൊക്കെയാണ് വരും ദിവസങ്ങളിലെ എപ്പിസോഡ്. അപ്പോൾ ഈ ലേലത്തിൽ ചിലപ്പം ഇത് ശാലിനി തിരിച്ചു പിടിക്കുമെന്ന് നമുക്കറിയില്ല. അതോ ശാലിനി ഏർപ്പാടാക്കിയ ആരെങ്കിലും ഈ വീട് തിരിച്ചെടുക്കുമായിരിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.